ഇപ്പോൾ അധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു ഇപ്പോൾ ഇന്നത്തെ വാർത്ത തന്നെ ഇപ്പോൾ അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയം. അയോധ്യയിലെ എല്ലാ കണക്കുകളും ഇപ്പോൾ ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതായത് എത്രയാണ് ഭക്തന്മാർ കൊടുത്തത്, അവർക്ക് എത്ര അതിനുള്ളിൽ ചിലവായി, അതുമാത്രമല്ല ഭക്തന്മാർ കൊടുത്ത അല്ലെങ്കിൽ ഭക്തർ കൊടുത്ത ഇപ്പോൾ വെള്ളി ആയിക്കോട്ടെ സ്വർണ്ണമായിക്കോട്ടെ അതെങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ട്രസ്റ്റുമായി ക്ഷേത്രത്തിലെത്തി അത് പരിശോധിച്ച് ബോധ്യപ്പെടുത്താനുള്ള ഇതുവരെ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് വന്നത്. പക്ഷേ മൊത്തത്തിലൊരു വലിയൊരു പ്രചാരണം സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അയോധ്യയിലെല്ലാം ഒന്നും കാണുന്നില്ല, അതായത് രാമചരിതമാനസ് കണ്ടില്ല, വെള്ളി കാണാതെ പോയി. പക്ഷേ ഇതെല്ലാം അവിടെ തന്നെ ഉണ്ടായിട്ടാണ് ഈ ഒരു പ്രചാരണം സംഘടിപ്പിക്കുന്നത്. അത് ഇതിനൊപ്പം തന്നെ ഒരു ദുരുദ്ദേശപരമായിട്ടുള്ള ചില ക്രമക്കേടുകൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് അന്വേഷണവും നടക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു വലിയ ഒരു പ്രചാരണം അയോധ്യ എന്നുള്ള ആ ഒരു അതിനൊരു പ്രത്യേകതയുണ്ടല്ലോ, അത് ലാക്കാക്കി നടപ്പിൽ വരുത്തുന്നുണ്ടോ എന്ന് സംശയമുണ്ടോ? തീർച്ചയായും. എൻ്റെ കാരണം ഇപ്പോൾ ഒന്ന് അവിടെ നടക്കാൻ പാടില്ലാത്തത് നടന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ നടന്നത് ഇപ്പോൾ SITയുടെ പ്രാഥമിക റിപ്പോർട്ട് വരുമ്പോൾ SITയുടെ ആ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പണമെണ്ണുന്ന മേഖലയിൽ അതെ അവിടെ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത 70 ക്രമക്കേടുകളോടെ നടന്നിട്ടുണ്ട് എന്നാണ്. ഒരു 10-35 ദിവസം ഈ ഒരു ക്രമക്കേട് നടത്തിയതായിട്ടാണ് പറയുന്നത്. അവരുടെ വിഷ്വൽസ് പരിശോധിക്കുമ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്, അത് വിഷമകരമാണ്, അത് തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടേണ്ടതാണ്, കഠിനമായ ശിക്ഷയ്ക്ക് അവരൊക്കെ വിധേയമാവണം, അതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ ശ്രീരാമക്ഷേത്രത്തിനെയും ശ്രീരാമക്ഷേത്രത്തിൻ്റെ ആ സംവിധാനങ്ങളെയും ഒക്കെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനെ മുന്നിൽ വെച്ച് പ്രചാരം നടത്തിയവർ ലക്ഷ്യം വെച്ചത്. എത്ര അയോധ്യയിൽ അയോധ്യയിൽ മുഴുവൻ കൊള്ളയാണ് നടക്കുന്നത്, ലൂട്ടിങ്. എന്തൊക്കെ കൊള്ള? അയോധ്യയിൽ 1200 കോടി രൂപ വരെ നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് ഓരോരുത്തർ അടിച്ചു വിട്ടത്. 200 കോടി രൂപ മുതൽ 1200 കോടി രൂപ വരെ. അവിടെ ഉണ്ടായിരുന്ന വെള്ളിക്കട്ടി 60 കിലോഗ്രാം വെള്ളിക്കട്ടി പോയി. പിന്നെന്താണ് 5 കോടി രൂപ ഇപ്പോൾ വിലയുള്ള രാമചരിതമാനസ് നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഓരോരുത്തരും അവിടെ ഓരോ വാദഗതികളുമായിട്ട് മുന്നോട്ട് വന്നു. യഥാർത്ഥത്തിൽ ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ, അറസ്റ്റ് ചെയ്യപ്പെട്ട ടിനു യാദവിൻ്റെ ഫോണിൽ നിന്നും 900-ലേറെ തവണ ഈ അഖിലേഷ് യാദവിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അങ്ങനെയാണെങ്കിൽ ഈ സംഭവങ്ങൾക്ക് മുഴുവൻ പിന്നിൽ ഒരു ഗൂഢാലോചന നമുക്ക് സംശയിക്കേണ്ടി വരും. അയോധ്യ രാമക്ഷേത്രത്തെ തുടക്കം മുതൽ എതിർത്തവരാണ് കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. ഈ പറയുന്ന രാഷ്ട്രീയക്കാരുമല്ല. അയോധ്യയിൽ രാമൻ ജനിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചതാണ് കോൺഗ്രസ്. ആണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയെ ബഹിഷ്കരിച്ചവരാണവർ. രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയെ ബഹിഷ്കരിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്തവരാണ് കോൺഗ്രസ്. രാമക്ഷേത്രം അവിടെ വരരുതെന്ന് ആഗ്രഹിച്ചവരാണ്. അതിനെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചവരാണ്. അഖിലേഷ് യാദവ് നാളിൽ വരെ ഈ പറയുന്ന ക്ഷേത്രം സന്ദർശിച്ച്, സ്വന്തം നാട്ടിൽ ഉത്തർപ്രദേശിൽ ആണ് അഖിലേഷ് യാദവ്. അവിടെ പോയിട്ട് ആ ക്ഷേത്രം സന്ദർശിച്ചിട്ടില്ല, ആ ക്ഷേത്രത്തിൽ പോയിട്ടില്ല അഖിലേഷ് യാദവ്. അപ്പോൾ രാമക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി അതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരുന്നവർ ഒടുന്നനെ രാമക്ഷേത്രത്തിൻ്റെ വക്താക്കളായിട്ട് വരിക. അവർ കൂട്ടുപിടിക്കുന്നത് ആരെയാണ്? അവർ കൂട്ടുപിടിക്കുന്നത് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാരാണ്, വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്താ? ഇന്നലെ ട്രസ്റ്റ് പുറത്തുവിട്ടു. ഇതുവരെ 2020 മുതൽ 2026 വരെ ട്രസ്റ്റിന് കിട്ടിയ വരുമാനം എത്രയാണ്? ട്രസ്റ്റ് പുറത്തുവിട്ടല്ലോ. എത്ര കോടി രൂപ വരുമാനം ഉണ്ടായി, എത്ര കോടി രൂപ ക്ഷേത്രത്തിലേക്ക് ചെലവാക്കി, എത്ര കോടി രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അവിടെ കിട്ടിയ ദ്രവ്യങ്ങൾ, അത് വെള്ളിയാവട്ടെ സ്വർണ്ണമാകട്ടെ ഈ രാമചരിത മാനസാകട്ടെ, അതെല്ലാം ഇൻടാക്റ്റാണ്. അത് ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്, ട്രസ്റ്റ് സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ല. അപ്പോൾ രാമക്ഷേത്രത്തെ തകർക്കാൻ ആസൂത്രിതമായി, രാമക്ഷേത്രത്തെ തകർക്കുക മാത്രമല്ല, വളരെ നിസ്വാർത്ഥനായ, സാത്വികനായ, നിഷ്കാമ കർമ്മയോഗിയായിട്ടുള്ള ചെമ്പത്രായിയെ പോലുള്ള ആളുകളെ ഈ കൊള്ളയുമായിട്ട് ബന്ധപ്പെടുത്താൻ ആസൂത്രിതമായി ശ്രമം നടന്നു. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നത്? അപ്പോൾ വളരെ ആസൂത്രിതമാണ്.
രാമക്ഷേത്രത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു വലിയ വിശ്വാസ തകർച്ച ഭക്തന്മാരിൽ ഉണ്ടാക്കാൻ ഇവർ ആസൂത്രിതമായി ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷേ അത് പൊളിഞ്ഞുപോയി. ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത, ഈ വിവാദങ്ങൾക്ക് ശേഷം കാണിക്ക കിട്ടുന്ന ആ പണത്തിൻ്റെ അളവിൽ വർധനവാണ് ഉണ്ടായത്. വിശ്വാസികൾക്ക് രാമക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിനോടോ ഭരണത്തോടോ അവിശ്വാസം ഉണ്ടായിട്ടില്ല. അവർ കാണിക്ക സമർപ്പിക്കുന്നത് വർദ്ധിച്ചതായിട്ടാണ് പത്രവാർത്തകൾ പുറത്തു വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവരുടെ അജണ്ട പൊളിഞ്ഞു എന്നാണ്. ഇവരുടെ അജണ്ട രാഷ്ട്രീയമാണ്. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. 2027 തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം ഇങ്ങനെ അനത്തിക്കൊണ്ടിരിക്കുക. ആ വിഷയം ഉയർത്തിക്കൊണ്ട് ക്ഷേത്രഭരണം നടത്തുന്നത് BJPയും അല്ലെങ്കിൽ യോഗി ആദിത്യനാഥും അതേപോലെ വിശ്വഹിന്ദു പരിഷത്തുമാണ്. അവർക്കെതിരെ ഒരു ജനവികാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള രാഷ്ട്രീയ ഉദ്ദേശമാണ് ഇവർക്കുള്ളത്. കോടതിയിൽ പോയി CBI അന്വേഷണം വേണം, തള്ളിക്കളഞ്ഞില്ലേ? സുപ്രീം കോടതി പറഞ്ഞില്ലേ ഇതിപ്പോൾ എമർജൻസി ആയിട്ട് കേൾക്കേണ്ട ഒരു കാര്യമല്ലെന്ന്. അപ്പോൾ ഇവരെ എല്ലാ മേഖലയിലും ജനങ്ങൾ തള്ളിക്കളയുകയാണ്. നിയമ സംവിധാനങ്ങൾ ഇവർക്ക് തള്ളിക്കളയുകയാണ്. തുടക്കം മുതൽ വ്യാജ ആരോപണങ്ങൾ ഇതിൻ്റെ പേരിൽ ഉന്നയിക്കപ്പെട്ടു, ഒന്നും തെളിയിക്കപ്പെടുന്നില്ല. അപ്പോൾ ആരോപണങ്ങൾ ഇങ്ങനെ തുടർച്ചയായി കൊണ്ടുവന്ന് രാമക്ഷേത്രത്തെക്കുറിച്ച് അവിശ്വാസം ഉണ്ടാക്കുക എന്ന ഒരു ആസൂത്രിതമായ ശ്രമം ആണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. കുറ്റക്കാരാരായാലും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. SITയുടെ അന്വേഷണം ആ നിലയ്ക്ക് ഒരു ഇടപെടലും കൂടാതെ തന്നെ മുന്നോട്ട് പോകുന്നു. ആരെങ്കിലും ഇടപെടുന്നു എന്ന് ഇതുവരെ ഒരു ആരോപണം SITക്കെതിരെ ഉന്നയിച്ചിട്ടില്ല. SITയുടെ അന്വേഷണം എല്ലാ മേഖലയിലും ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് കുറ്റക്കാരെ ശിക്ഷിക്കപ്പെടും. അതിൻ്റെ പേരിൽ രാമക്ഷേത്രത്തെയും ആ ട്രസ്റ്റിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം അത് വിജയിക്കാൻ പോകുന്നില്ല.